ഇറാൻ അമേരിക്ക രണ്ടാമത്തെ ഫേസ് അറ്റാക്ക് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളിലും വളരെ കാര്യമായിട്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്തതിനേക്കാളിലും വലിയ രൂക്ഷമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതായത് രണ്ടാമത്തെ ഫേസിൽ അമേരിക്ക ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്ന അവരുടെ മിലിറ്ററിയേക്കാളിലും മിലിറ്ററിക്ക് കൊടുക്കുന്ന ലോജിസ്റ്റിക് സപ്പോർട്ടുണ്ട്. അതായത് ഇറാനിയൻ പാലങ്ങൾ, റെയിൽവേ, അതേപോലെ തന്നെ ചെറിയ ചെറിയ പവർ പ്ലാന്റുകൾ, അതേപോലെ തന്നെ ലോജിസ്റ്റിക് സപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചില ഘടകങ്ങൾ, ഇതിനെയാണ് കയറി അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ റെയിൽവേ ബ്രിഡ്ജുകൾ പലതും തകർന്നു പോയി. ഇറാനിലെ പല പാലങ്ങളും, ക്രൂഷ്യലായിട്ടുള്ള പാലങ്ങൾ തകർന്നു പോയി. ഇപ്പം ചില റിപ്പോർട്ടുകൾ വരുന്നു ഇറാൻ്റെ സദേൺ സിറ്റിയിൽ പവറിൻ്റെ ഡിസറപ്ഷൻ ഉണ്ട്. ഇത്രയും ചൂടാണ് അവിടെ, വലിയ ചൂടാണ്. ആ സമയത്ത് ഗവൺമെൻറ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എയർ കണ്ടീഷൻ ഉപയോഗിക്കാതിരിക്കുക, കാരണം പവറിന് വലിയ ഷോർട്ടേജ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ നിന്ന് തിരിച്ച് ഇറാൻ കുവൈറ്റിനെ അറ്റാക്ക് ചെയ്തു. കുവൈറ്റിലെ അമേരിക്കൻ ബേസിനെ ഇറാൻ പറഞ്ഞു അറ്റാക്ക് ചെയ്തു. പക്ഷെ അതിൻ്റെ എന്താണ് യാഥാർത്ഥ്യമൊന്നും ഇറാൻ പറയുന്നില്ല. പക്ഷെ കുവൈറ്റ് ഗവൺമെൻറ് പറയുന്നു അവരുടെ ഡീസാലിനേഷൻ സെൻറ്റർ, അതായത് വെള്ളം ശുദ്ധീകരിക്കുന്ന, കടൽ വെള്ളം ശുദ്ധീകരിക്കുന്ന സെൻറ്റർ, അതിനെ അറ്റാക്ക് ചെയ്തു. അതേപോലെ തന്നെ അവിടെ ഓയിൽ, അതിൻ്റെ സ്റ്റോറേജിനെ അറ്റാക്ക് ചെയ്തു. ബഹ്റിനും പറഞ്ഞു അറ്റാക്ക് നടന്നു. ഒമാനിൽ അറ്റാക്ക് ചെയ്തു. ജോർദാനിൽ അറ്റാക്ക് ചെയ്തെന്ന് പറഞ്ഞു. ജോർദാൻ അത് ഇൻ്റർസെപ്റ്റ് ചെയ്തെന്ന് പറയുന്നു. അങ്ങനെ പെട്ടെന്ന് 7 അറബ് രാജ്യങ്ങളിൽ, ജോർദാൻ ഉൾപ്പെടെ അറബ് രാജ്യങ്ങളിൽ ഇറാൻ റിട്ടാലിയേറ്ററി അറ്റാക്ക് നടത്തുന്നു. ഇറാന് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രകോപനം ഉണ്ടാകാനുണ്ടായ കാരണം ഹോർമുസ് അവരുടേതായിരുന്നു ഏകദേശം 100% കൺട്രോൾ. അതായത് സെക്കൻഡ് ഫേസ് വാർ തുടങ്ങുന്നതിന് മുമ്പ്. പിന്നീട് അവർ ഓയിൽ ടാങ്കറിനെ അറ്റാക്ക് ചെയ്തപ്പോഴാണ് സെക്കൻഡ് ഫേസ് അമേരിക്ക MOU കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അമേരിക്ക ആക്ഷൻ, അതായത് സ്ട്രൈക്ക് തുടങ്ങുന്നത്. ഇതിന് ശേഷം വളരെ കൃത്യമായ പല റിപ്പോർട്ടുകളും വരുന്നു. ഹോർമുസിൻ്റെ കൺട്രോള് ഇറാൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായി. അതിൻ്റെ പ്രത്യാക്രമണമാണ് അവർ കുഴിച്ചിട്ടിരുന്ന, അത് വെള്ളത്തിലിട്ടിരുന്ന മൈൻസ്, ഈ പറയുന്ന ടാങ്കറിനെ ഹിറ്റ് ചെയ്യുന്ന ഏകദേശം 4-5 ടാങ്കറുകൾ ഇന്നലെ ഹിറ്റായിട്ടുണ്ടെന്നാണ് ഇറാൻ പറയുന്നത്. അതായത് കൃത്യമായിട്ട് പറയാം, അമേരിക്ക ഈ വാറ് ഉറപ്പിച്ചിരിക്കുന്നത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ്. ഇതിനകത്തൊരു ടോക്സും ഉണ്ടാവുന്നില്ല, ഒരു മീഡിയേഷൻ ഉണ്ടാവുന്നില്ല. ഖത്തറും പാകിസ്ഥാനും മീഡിയേഷൻ വേണം, സീസ് ഫയർ വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ തന്നെ അമേരിക്ക പഴയ പോലെ ഇതിനെ മൈൻഡ് ചെയ്യുന്നില്ല. ഇതാണ് അതിൻ്റെ ഒന്നാമത്തെ കാരണം. അപ്പം ഇറാനിയൻ അതോറിറ്റീസ്, പ്രത്യേകിച്ച് അവരുടെ സ്പീക്കർ പറയുന്നത് ഇറാൻ കരയുദ്ധം ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് ഇറാൻ കരയുദ്ധം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ നിന്ന് ഹോർമുസ് പോയി. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. പിന്നെ ഇറാൻ്റെ പ്രധാനപ്പെട്ട പോർട്ടുകൾ, അതായത് ഇന്ത്യ പണം കൊടുത്ത് ബിൽഡ് ചെയ്ത ചബാർ പോർട്ട്, അത് വലിയൊരു പോർട്ടാണ്. ബേസിക്കലി അത് ഈ പാകിസ്ഥാനെ ബൈപ്പാസ് ചെയ്തിട്ടുള്ള പോർട്ടാണത് ഗ്ലോബലായിട്ട്. കാരണം ചൈനയുമായിട്ടും ഇന്ത്യയുമായിട്ടൊക്കെ പോർട്ടിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വരവിനും പ്രാധാന്യമുണ്ട്. ആ പോർട്ട് അമേരിക്കൻ ബോംബിങ്ങിൽ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതായി. അതേപോലെ സുപ്രധാനമായ പല പോർട്ടുകളും, ഇറാൻ്റെ പല പോർട്ടുകൾ, 2ാമത്തെ വലിയ പോർട്ട്, 3ാമത്തെ വലിയ പോർട്ടുകൾ, ഇവിടെ കപ്പലടുപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ അവിടെ സാധനം കയറ്റി അയക്കുന്ന ആകാത്ത രീതിയിലും ആക്കി കൊടുത്തു. അപ്പം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇറാനെ പരിഭ്രാന്തരാക്കുന്ന, പെട്ടെന്ന് അവരെ പ്രൊവോക്ക് ചെയ്യാനുണ്ടായ കാരണം ഇതേപോലെ പോർട്ടുകൾ അടിച്ചു ഊരെ കളഞ്ഞു. പിന്നീട് ഇറാൻ്റെ നാവികസേനയെ കംപ്ലീറ്റ് ഇല്ലാതാക്കി കളഞ്ഞു. കാരണം നാവികസേനയ്ക്കാണ് ഈ ഹോർമുസിൻ്റെ കംപ്ലീറ്റ് സെക്യൂരിറ്റി ചാർജ്. അതേപോലെ തന്നെ അവരുടെ എയർഫോഴ്സ് പൂർണ്ണമായിട്ടും ഇല്ലാതായി. അതുകൊണ്ടാണ് അമേരിക്ക പറഞ്ഞു ഹോർമുസിൻ്റെ കൺട്രോൾ അവർ ഏറ്റെടുത്തു. കാരണം ഇറാനിയൻ നാവികസേന ഇല്ലാതായി. പിന്നെ ഇറാൻ ആ ഭാഗത്ത് ഇൻസ്റ്റാൾ ചെയ്തിരുന്ന പല അവരുടെ റഡാർ സിസ്റ്റം,
അതേപോലെ തന്നെ എയർ ഡിഫൻസ് സിസ്റ്റം, അതേപോലെ തന്നെ മറ്റുള്ള സംഭവങ്ങൾ, എക്യുപ്മെൻറ്റ്സ്, ഇതും ഏകദേശം പൂർണ്ണമായും നശിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വെൽ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം. ഇപ്പോഴത്തെ രണ്ടാമത്തെ ഫേസിൻ്റെ സാഹചര്യത്തിൽ ഈ പറയുന്ന സിറിയ എന്ന് പറഞ്ഞ രാജ്യം അവരും ഇറാനെതിരെ ഒരു ഗ്രൗണ്ട് വാറിന് തയ്യാറെടുക്കുന്നു എന്ന് ചില മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് സിറിയയിൽ ഈ ഇറാനിൽ നിന്ന് വന്ന ഓയിൽ ടാങ്കർ, അതിനകത്ത് ഈ ഹിസ്ബുള്ളയ്ക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ആ ഓയിൽ ടാങ്കറിനകത്ത് വെപ്പൺസ് ആണ് കൊണ്ടുവന്നത്. അത് ഈ സിറിയൻ ഫോഴ്സ് മുഴുവൻ അത് പുറത്തെടുത്തു, അവരെ എല്ലാം അറസ്റ്റ് ചെയ്തു, അവരെ ഓടിച്ചു. അതായത് സിറിയ എന്ന് പറഞ്ഞ പഴയ ISIS ഭീകരനാണ് ഇപ്പോഴും അവിടുത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അയാളെ ബേസിക്കലി പിന്നീട് അമേരിക്കൻ ചാരനായിട്ട് മാറി. ഇത് ഞാൻ നേരത്തെ പല റിപ്പോർട്ടുകളും പറഞ്ഞിട്ടുണ്ട്. അപ്പം സിറിയ തയ്യാറെടുക്കുന്നു ഒരു ഭാഗത്ത് ഇറാഖിനെ കൊണ്ട് തയ്യാറെടുപ്പിക്കുന്നതാണ്. ഇറാഖിൻ്റെ പ്രസിഡന്റ് അമേരിക്കയിൽ വിസിറ്റ് നടത്തിയിരിക്കുന്നത്. ഇറാഖിനെയും കൂടെ ഈ പറയുന്ന സെൻട്രൽ സ്റ്റേജിലോട്ട് ഇറക്കാൻ പോവുകയാണ്. ഇതിനകത്ത് ഏറ്റവും പ്രാധാന്യമുള്ളത് ഒരു കാര്യമുണ്ട്. ഈ UAE പഴയ പോലെ ഇറാൻ അറ്റാക്ക് ചെയ്യുന്നില്ല. അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ UAE താക്കീത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇറാൻ ഇതേപോലെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അവരും തിരിച്ചടിക്കും. അവരും ഒരു ഗ്രൗണ്ട് വാറിൻ്റെ പ്രിപ്പറേഷനിലാണ്. അപ്പം നമ്മൾ ഈ ഗ്രൗണ്ട് വാറിൻ്റെ പ്രിപ്പറേഷൻ ഇറാൻ പറയുന്നു, സിറിയ പറയുന്നു, അമേരിക്ക പറയുന്നു, UAE പറയുന്നു, അതേപോലെ ഇറാഖ് പറയുന്നു. ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് IRGC എന്ന് പറയുന്ന ഇറാൻ്റെ ഈ പറയുന്ന സൈനിക ശക്തി അത് വല്ലാതെ നാശമായിപ്പോയി, ശരിക്കും വീക്കനായിപ്പോയി. അവർക്ക് ഈ പഴയതുപോലെ ഒരു അറ്റാക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. കഴിഞ്ഞ 7 ദിവസം കൊണ്ട് അറ്റാക്ക് നടക്കുമ്പോൾ പഴയത് ഏത് രീതിയിലാണ് ഇറാൻ അറ്റാക്ക് ചെയ്തത് അതിൻ്റെ ബലക്ഷയം ശരിക്കും നമുക്ക് കാണാൻ സാധിക്കും. അതുമല്ല, ഈ അറബ് രാജ്യങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റം കൃത്യമായിട്ട് പോകുന്നതുകൊണ്ട് ഇനി GCC രാജ്യങ്ങളിനകത്ത് അട്ടർ കൺഫ്യൂസ്ഡായി. ഈ പറയുന്ന UAE എന്ന് പറയുന്ന അമേരിക്കയുടെയും ഇസ്രായേലുമായിട്ട് കംപ്ലീറ്റ് നല്ല ടൈഅപ്പും ടേംസിലോട്ട് അങ്ങ് പോയി. കാരണം ഇതിനകത്ത് ഇസ്രായേലും വാൺ ചെയ്തിട്ടുണ്ട്, ഇൻ കേസ് ഇറാൻ UAE അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഇസ്രായേൽ കയറി ഇടപെടും. ഇതും അതിൻ്റെ ഒരു കാരണമുണ്ട്. അപ്പം അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഇറാൻ UAE അറ്റാക്ക് ചെയ്യാത്തത് എന്നും പറയുന്ന ചില എക്സ്പേർട്ടുകളുണ്ട്. പ്രത്യേകിച്ച് ഒരു കാര്യം വളരെ തീർത്തും പറയാം, വാർ ചിലപ്പം നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ പറയുന്ന അമേരിക്കയും ഇസ്രായേലും ഈ രാജ്യങ്ങളും എല്ലാം ഉദ്ദേശിക്കുന്നത് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിലെ റെജീം ചേഞ്ച് മാത്രമല്ല, അതിനെ പൂർണ്ണമായിട്ടും എങ്ങനെയാണ് ഗാസയ്ക്ക് പറ്റിയത്, അത് എങ്ങനെയാണ് ഗാസയെ തീർത്തത്, അതേപോലെ ഇതിനെ തകർക്കുക എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ ലക്ഷ്യം. അതനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇസ്രായേലും വാൺ ചെയ്തിട്ടുണ്ട് ഇറാന്. അവരേതെങ്കിലും പ്രകോപനപരമായ രീതിയിൽ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അവരടിക്കാൻ പോകുന്ന പഴയ രീതിയിലായിരിക്കുകയില്ല. അതായത് ഇറാൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, ക്രൂഷ്യൽ പ്രശ്നമെന്ന് പറയുന്നത് അവർക്ക് ഈ പറയുന്ന അവരുടെ എയർഫോഴ്സ് പൂജ്യമായി പോയി. ഈ ക്രൂഷ്യലായിട്ടുള്ള അവരുടെ പവർ പ്ലാന്റുകൾ, അതേപോലെ തന്നെ ഓയിൽ റിഫൈനറീസ്, ഇതിനെ കയറി ഒറ്റ മണിക്കൂർ ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം പൂർണ്ണമായിട്ടും ഇല്ലാതായിപ്പോൾ. കാരണം പൂർണ്ണമായിട്ട് പവർ ഇല്ലാതായിപ്പോൾ, ഇലക്ട്രിസിറ്റി ഇല്ലാതായിപ്പം, അവരുടെ വാഹനങ്ങളിൽ ഓടാൻ പെട്രോളും ഡീസലും ഇല്ലാതായിപ്പോൾ, ആ ഒരു കണ്ടീഷനിൽ ഇറാൻ മാറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ വരാനുള്ള ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ വാറുമായി ബന്ധപ്പെട്ട റിസൾട്ട് ഉണ്ടാകും. അതേപോലെ തന്നെ വെസ്റ്റ് ഏഷ്യയിലും വലിയ രീതിയിലുള്ള അറ്റാക്ക് ഇറാൻ നടത്താനുള്ള പ്ലാൻ ഉണ്ടെന്ന് തന്നെയാണ് ചില ഇൻ്റർനാഷണൽ മീഡിയകളും റിപ്പോർട്ട് ചെയ്യുന്നത്.